ഹലോ, എല്ലാവർക്കും സ്കെച്ച് മീഡിയയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു. അപ്പോൾ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. അതിന് പറ്റിയൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, ബ്രെഡ് മസാല. അപ്പോൾ ഈ ബ്രെഡ് മസാല എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ബ്രെഡ് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. പേര് പോലെ തന്നെ ഇതിന് ആദ്യം വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ബ്രൗൺ കളറുള്ള ബ്രെഡോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ബ്രെഡിനെ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ബ്രെഡിനെ 9 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യുന്നാൽ ഒരുപാട് ചെറിയ പീസാക്കരുത്. ഈ ഒരു സൈസിൽ കട്ട് ചെയ്യായിരിക്കും നല്ലത്. അതായിരിക്കും കാണാനും ഭംഗി, കഴിക്കാനും എളുപ്പം. ഇങ്ങനെ ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് എടുക്കണം. ഒരു പൂക്കളത്തെ പോലെ ഉണ്ടല്ലേ കാണാനും. ഇതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുണ്ട് വെജിറ്റബിൾസ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സവാള, പിന്നെ ഒരു അരഭാഗം ക്യാരറ്റ്, പിന്നെ കുറച്ച് ക്യാബേജ്, വയലറ്റ് ക്യാബേജാണ്, ഒന്ന് കളർഫുള്ളാക്കാനാട്ടോ. പിന്നെ യെല്ലോ ക്യാപ്സിക്കം, അതും കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ, അതുപോലെ കുറച്ച് വെളുത്തുള്ളി. ഞാനൊരു 4-5 വെളുത്തുള്ളിയുടെ അല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ട് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്തിട്ട് നമുക്ക് റെഡിയാക്കാം. ഞാനൊന്ന് ഫോട്ടോയിലൊക്കെ ഭംഗി ഉണ്ടാകാൻ വേണ്ടി ഒന്ന് കളർഫുള്ളാക്കാനാണ് ഈ വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് തക്കാളി വേണം. ഞാൻ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. സവാള ഞാൻ ഒരു ഹാഫ് സവാളയാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ തക്കാളി 2 തക്കാളി വേണം. പിന്നെ 2 മുട്ട. ഇത്രയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പം നമുക്ക് ഇത് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ബട്ടർ ആവുമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ബട്ടർ യൂസ് ചെയ്യുന്നത്. ബട്ടർ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് ഓയിലിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് അതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് അതൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ, ഇതിൻ്റെ ടേസ്റ്റ്. ഏത് വെജിറ്റബിൾസ് ഇഷ്ടമില്ലാത്ത കുട്ടികളും ഇത് കഴിക്കും. കാരണം ബ്രെഡൊക്കെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമുണ്ടല്ലേ. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു അരഭാഗം സവാളയാണത്. അതിനെ ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്താണ്. അല്ലെങ്കിൽ ചെറുതായി കട്ട് ചെയ്താലും മതി. ഞാൻ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താണ്. ഇനി നമുക്ക് ഈ സവാളേനെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഒരല്പം ഉപ്പുകൂടി ചേർത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. പിന്നെ സവാള ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകുന്നു വേണ്ട, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. ആ കുറച്ചൊരു കടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിന് ടേസ്റ്റ്. അങ്ങനെ ആകുമ്പോഴാണ് ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സവാള ഒന്ന് നന്നായിട്ട് വഴറ്റി അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഇത്രയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടിയുടെ അളവ് ഞാൻ 1/2 ടീസ്പൂണിലും കുറവേ ചേർത്തിട്ടുള്ളൂ. വളരെ കുറച്ച് മതി. ഇനി മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഗരം മസാല പൗഡർ 1 ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ക്യാരറ്റ് ഇടുന്നു, പിന്നെ ക്യാബേജ്, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഒനിയൻ, ഇങ്ങനെയെല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ വെജിറ്റബിൾസിനെ ഒന്ന് വഴറ്റിയെടുക്കണം. വെജിറ്റബിൾസിനെ സവാളിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് നഷ്ടമാവരുത്. അതിങ്ങനെ ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിയിൽ തന്നെ ആവണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാട് വഴറ്റില്ലല്ലോ, കുറച്ചല്ലേ വഴറ്റുള്ളൂ. അതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും. പിന്നെ ഇത് ആകുമ്പോൾ കുട്ടികൾക്ക് എല്ലാ വെജിറ്റബിൾസിൻ്റെയും എല്ലാം അവരുടെ വയറ്റിലെത്തിക്കോളും, എല്ലാ വെജിറ്റബിൾസും. അപ്പോൾ നല്ലതാണ്. പിന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നമ്മളിതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ തക്കാളി വേവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കേണ്ടി വരും. തക്കാളി വെന്ത് നല്ല പോലെ ഉടച്ച് ചേർക്കണം നമുക്കിതിൽ. തക്കാളി ഇതിലങ്ങനെ കടിക്കാൻ പാടില്ല, നല്ല പോലെ ഉടച്ച് ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളി നല്ലോണം വേവണം. അപ്പോൾ നമുക്ക് ഇതൊരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒരു സിമ്മിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് വേവിക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കാം. നമ്മുടെ ചട്ടകം കൊണ്ട് തന്നെ നമുക്ക് നല്ലോണം ഒന്ന് കുത്തിയിട്ട് ഉടച്ച് ചേർക്കാം ഇതിൽ. തക്കാളി ഇപ്പോൾ നല്ലോണം ഇതിൽ മിക്സ് ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേണമെങ്കിൽ തക്കാളി നമുക്ക് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഇനി നമുക്കൊന്നുകൂടെ സിമ്പിളാക്കണമെങ്കിൽ വേണമെങ്കിൽ തക്കാളി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് അങ്ങനെയും ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇപ്പോൾ നല്ലോണം വെന്ത് ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഇട്ട് ഉപ്പ് നോക്കി, അപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ, ഒരുപാട് ചേർക്കരുത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പ് പാകമായിട്ടുണ്ട്. നമ്മളിതിലേക്ക് ബ്രെഡ് ഇടും, അപ്പോൾ അതിനും കൂടെ കണ്ടിട്ട് വേണം നമ്മൾ ഉപ്പിടാൻ. പിന്നെ അതുപോലെ മുട്ടയും ചേർക്കാനുണ്ട്. മുട്ടയിലേക്ക് നമ്മൾ എക്സ്ട്രാ ഉപ്പിടും, എന്നാലും അതെല്ലാം ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുട്ട ഒന്ന് ചിക്കിയിട്ടാണ് ചേർക്കുന്നത്. അതിന് വേറെ പാത്രമൊന്നും എടുക്കണ്ട, ഇതിലുള്ളതിനെ ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഈ പച്ചക്കറി ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് അതിന് മറ്റേ സൈഡിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ 2 മുട്ടയും ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമ്മൾ ഈ ഭാഗത്തിട്ട് തന്നെ നമുക്കിതൊന്ന് ചിക്കിയെടുക്കാം മുട്ട. അപ്പോൾ ഈ മുട്ട ഇതാക്കുന്നതിന് മുമ്പ് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം, മുട്ടയിലേക്ക് കേട്ടോ. കാരണം അതിലേക്കുള്ള ഉപ്പ് അതിലിട്ടിട്ട് തന്നെ ചെയ്യുമ്പോഴായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ്, വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. വളരെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്കതൊന്നിങ്ങനെ ചിക്കിയെടുക്കുക. അപ്പോൾ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയും വെജിറ്റബിൾസും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേറെ പാത്രം അതിന് വേണ്ടിയിട്ട് കഴുകാനാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളിതുപോലെ മുട്ട ചേർക്കേണ്ട എല്ലാ ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴും പാത്രം കുറച്ച് വലിപ്പമുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിലുള്ള വെജിറ്റബിൾസും എന്താണെന്ന് വെച്ചാൽ അതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ മറ്റേ സൈഡിൽ മുട്ട ഇട്ടിട്ട് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനും നല്ല സുഖമായിരിക്കും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, എന്നാലും അത് ചേർക്കുമ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിനെ. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. ഇനി ബ്രെഡിൻ്റെ പീസ് ചേർത്ത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബ്രെഡിൻ്റെ പീസ് ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വേണമെങ്കിൽ നമുക്ക് 2 ചട്ടകം യൂസ് ചെയ്യാം. എന്നിട്ട് നല്ലോണം ഈ ബ്രെഡിൻ്റെ എല്ലാ പീസിലും ഈ മസാല നല്ല പോലെ കോട്ടായി കിട്ടണം. അങ്ങനെ വേണം നമ്മളത് മിക്സ് ചെയ്യാൻ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ലാസ്റ്റായിട്ട് അതിന് മുകളിൽ കുറച്ച് മല്ലിയില ഇടുക, അതുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ അടിപൊളി ബ്രെഡ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നല്ല ചൂടോടെ തന്നെ അവർക്ക് കൊടുക്കാം. അവർക്ക് എല്ലാവർക്കും എന്തായാലും നല്ല ഇഷ്ടമാവും. പിന്നെ വയറും ഫുള്ളാകും. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള വയറ് ഫുള്ളാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം. പിന്നെ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ മെയിൽ ചെയ്യാം. മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.